തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കും, പക്ഷെ അത് അവർക്ക് കിട്ടില്ല. അവരുടെ നേർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട്, സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർ മുടി വലിക്കുകയാണ് ചെയ്യുന്നത്. ആൽബർട്ടൈൻസ്റ്റീൻ കണ്ടിട്ട് തേനീച്ചകൾ ഈ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാല് ഒരു 4 വർഷം മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം 80% പോളിനേഷൻ നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ്. ഇത് തേനീച്ചകളിലേക്ക് ബൈ പ്രോഡക്ട്സ് ആണ്. അത് തേനാണ്, പുറത്തുനിന്ന് വെച്ചേപ്പെടാം. അതിന്റെ ഹണിക്കോമ്പ്, അതിന്റെ കൂടി നമുക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് ശൃംഗം പോലെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബീക്കോളം കണ്ടിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ്. ഇത് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഉത്തേജനത്തിനൊക്കെ ബീക്കോളം യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റോയൽ ജെല്ലി. തേനീച്ചകളിൽ ഏറ്റവും കോസ്റ്റ്ലി ആയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇത് കഴിക്കുന്നത് കൊണ്ട് റാണിക്ക് അത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത്. ഒരു സപ്ലിമെന്ററി ഫുഡായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത്രയും പ്രത്യേകതകൾ നമ്മളിലേക്ക് വരിക ചെയ്യാം. യങ് ആയിരിക്കുന്നതിന്, ആന്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന്, എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന്, ഹോർമോൺ ചേഞ്ചിന്, അതുപോലെ നമ്മുടെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന്, നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതിന്, ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയുന്നതിന് ഈ റോയൽ ജെല്ലിക്ക് സാധിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് ക്യാൻസറിന്റെ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ റോയൽ ജെല്ലിക്കുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ റോയൽ ജെല്ലിക്ക് ഉള്ളത്. കോസ്റ്റ്ലിയാണ്, പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ്. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇത് കഴിക്കാൻ പാടില്ല. ആസ്മ രോഗികളും കഴിക്കാൻ പാടില്ല. ബീവാക്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. പ്രപ്പോളിഷ് ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ പൊടിയും കറയൊക്കെ അവരവരുടെ സലൈവയിൽ മിക്സ് ചെയ്തിട്ട് അവർ ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിത് ആന്റി ബാക്ടീരിയൽ ആയും ആന്റി ഫംഗൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഹണി ടേസ്റ്റ് ചെയ്യാം. യൂറിൻ ഇൻഫെക്ഷൻ, സ്റ്റൊമക് അൾസർ, ലിവർ സിറോസിസ് അതിനൊക്കെ ബെസ്റ്റാണ്. ചെറിയ പീസ്. ഇന്ത്യയിലെ പ്രീമിയം ക്വാളിറ്റി ഹണിയാണ്. ഇതിന്റെ പേരെന്തോ? സിദർ ഹണി. റോയൽ ജെല്ലി മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഈ സിദർ ഹണിയാണ്. ഇത് തുളസി ഹണി, അതായത് വെറ്റില തുളസി എന്നൊക്കെ പറയുന്ന ഒരു തുളസിയുണ്ട്. കൃഷി ചെയ്യുന്ന സമയത്ത് ചാർക്കണ്ടിൽ ബോക്സ് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ കഫ്, കോൾഡ്, അതുപോലെ ത്രോട്ട് ഇഷ്യൂസിനൊക്കെ ഇത് ബെസ്റ്റാണ്. സിദർ നമ്മൾ ഇന്ത്യയിലെ പ്രീമിയം ക്വാളിറ്റി ഹണിയാണ്. നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യയിലെ പ്രീമിയം ക്വാളിറ്റി ഹണിയാണ്. അതായത് പിന്നെ നമ്മള് അതിന്റെ ഒരു നെയിമാണ്, അതായത് ഒരു ജോജോബ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ അതിന്റെ ഒരു അതായത് അറബിക് നെയിമാണ് സിദർ എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയില്ലേ? രണ്ടാമത്തേത് തുളസി. അതായത് തുളസിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ബോക്സ് വെച്ചിട്ട് കളക്ട് ചെയ്യും. ജാർഖണ്ഡിൽ ഏക്കറാണെങ്കിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ബോക്സ് വെച്ചിട്ട് കളക്ട് ചെയ്യാൻ കഫ്, കോൾഡ്, അതുപോലെ ത്രോട്ട് ഇഷ്യൂസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഹണിയാണ്. വലിയ ബിൽഡിങ്ങിന്റെ പുറത്ത് 8 ലെയറായിട്ടുള്ള കൂടുകളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. മലന്തേനീച്ചേന്റെ പേരാണ്. അതായത് മലന്തേന്, പെരുന്തേന് എന്നൊക്കെ പറയും. ഇത് നമുക്ക് തടി കൂടാൻ, തടി കുറയാൻ, അതുപോലെ മെഡിസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇതാണ് ഉപയോഗിക്കാം. തടി കൂടാനാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഇനി തടി കുറയാനാണെങ്കിൽ ഡെയിലി മോർണിംഗിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഹണിയും 1 ടീസ്പൂൺ ആപ്പിൾ സിദർ വിനെഗറും 1 നുള്ളും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്തിട്ട് മോർണിംഗിൽ കഴിക്കുക. ഒരു 1.5 മണിക്കൂർ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, എന്നാൽ തടി കുറയും. ഇത് അജ്മൈൻ ഹണിയാണ്. അയമോദമൊക്കെ പൂക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. രാജസ്ഥാൻ അതുപോലെ വയറ് സംബന്ധമായ അജ്വൈൻ ഹണി നല്ലതാണ്. അജ്വൈൻ